നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 12 മന്ത് ഒക്കെ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യാം. ഈ ഇൻഫെർട്ടിലിറ്റിയിൽ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 2 കാര്യങ്ങൾക്കാണ്. ഫസ്റ്റ്, ഏത് തരം ഇൻഫെർട്ടിലിറ്റിയിലാണ് നിങ്ങൾ പെടുക എന്ന് കണ്ടെത്തുക. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ആരുടെ പ്രോബ്ലം കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടായത് എന്ന് നോക്കുക എന്നുള്ളതാണ്. ആദ്യത്തേത്, ഏത് തരം ഇൻഫെർട്ടിലിറ്റിയിലാണ് നിങ്ങൾ പെടുക എന്ന് നോക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 തരം ഇൻഫെർട്ടിലിറ്റിയാണുള്ളത്: പ്രൈമറി ഇൻഫെർട്ടിലിറ്റി ആൻഡ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കുഞ്ഞു പോലും ആയിട്ടില്ലെങ്കിൽ അവർ പെടുന്നത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയിലാണ്. അതേപോലെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആവുന്നില്ലെങ്കിൽ അത് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയാണ്. അതേപോലെ തന്നെ ഈ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അബോർഷൻ ആയിട്ടുണ്ടെങ്കിലും അവരും സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയിലാണ് പെടുക. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരുടെ കാരണം കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് 40% റീസൺ എന്ന് പറയുന്നത് മെയിൽ പ്രോബ്ലംസ് ആണ്. അതേപോലെ തന്നെ ഒരു 40% ഫീമെയിൽ പ്രോബ്ലംസ് കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഒരു 10% ബോത്ത് പാർട്ട്നേഴ്സിൻ്റെയും പ്രോബ്ലം കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. ഒരു 10% എന്ന് പറയുന്നത് അതിൻ്റെ റീസൺ അൺനോൺ ആണ്. ഇതുവരെ ഒരു ടെസ്റ്റിലൂടെയും എന്താണ് കാരണമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇൻഫെർട്ടിലിറ്റി ഓർ വന്ധ്യതയുടെ റീസൺസ് കണക്കാക്കുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ പ്രോബ്ലം കൊണ്ട് മാത്രമല്ല ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത്, രണ്ടാളുടെയും പ്രോബ്ലം കൊണ്ട് ഇൻഫെർട്ടിലിറ്റി വരാം. അപ്പോൾ എന്താണ് കാരണം, ഏത് ടൈപ്പിലാണ് നിങ്ങൾ പെടുക എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഒരു പരിധിവരെ ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു കുഞ്ഞെന്ന സ്വപ്നം സാധ്യമാക്കാവുന്നതേ ഉള്ളൂ.